പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്തെന്നുള്ളൊരു കൺഫ്യൂഷനിലാണോ നിങ്ങൾ? എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുമുട്ടിയത് പെർഫെക്റ്റ് ടൈമിങ്ങിലാണ്. കാരണം സൈലത്തിൻ്റെ കീം ക്രാഷ് ആലപ്പുഴയിലേക്ക് വന്നിട്ടുണ്ട്. കീം എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. നമ്മളിപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കീം എക്സാം റിട്ടേൺ എക്സാം ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് കേരള ഗവൺമെൻറ് ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ കീം എക്സാം ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഈ എക്സാം എഴുതുന്നതിലൂടെ നമുക്ക് കേരളത്തിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. നല്ല റാങ്കോട് കൂടി നിങ്ങൾക്ക് ആ കോളേജിൽ ചേർന്ന് പഠിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് സൈലം ഒരുക്കിയിരിക്കുന്ന മെറ്റീരിയലാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നമുക്ക് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കോളേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നതാണെങ്കിലോ JEE ഫാക്കൽറ്റീസ് ആണ്. JEE ഫാക്കൽറ്റീസ് ആണ് ഫിസിക്സും കെമിസ്ട്രിയും അതേപോലെ മാത്സും നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. സോ അവർ തയ്യാറാക്കിയ ആ എക്സ്പേർട്ട് പാനൽ തയ്യാറാക്കിയ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയലാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. ആ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന DPP പഠിക്കും. നമ്മൾ ഒരു ദിവസത്തിൽ നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കും ഫിസിക്സിൽ നിന്നും, ഒരു ചാപ്റ്റർ കെമിസ്ട്രിയിൽ നിന്നും, ഒരു ചാപ്റ്റർ മാത്സിൽ നിന്നും നമ്മൾ പഠിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു എക്സാം എഴുതിയിട്ട് റെഗുലർ ആയിട്ട് എക്സാമും അതേപോലെ ഓരോ ദിവസത്തും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടാണ് മുന്നോട്ടേക്ക് മൂവ് ചെയ്യുക. അങ്ങനെ ഒരു 5 or 6 മൊഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈസിലി നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പ്ലസ് ടു ടോപ്പിക്കാണ് കൂടുതൽ എക്സാമിന് വരിക. അപ്പോൾ പ്ലസ് ടു ടോപ്പിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിൽ നിന്ന് വരുന്ന എൻട്രൻസ് ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നും അതേപോലെ പ്ലസ് വണ്ണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കഷൻ ആ ഒരു ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകും. സോ ഇങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജിയാണ് നിങ്ങളെ മുന്നിലേക്ക് സൈലന്റ് വെക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ കീം ക്രാഷ് ആലപ്പുഴയിൽ എവിടെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നതെന്നല്ലേ. ഓഫ് കോഴ്സ് നമ്മുടെ ഡോക്ടർ ആനന്ദ് സാർ പഠിച്ച സ്കൂളിൽ നിന്നാണ് നമ്മൾ ഈ ക്രാഷ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. SDV ബോയ്സ് HSS. നമ്മുടെ ജില്ലാ കോടതി തൊട്ടടുത്താണ്, മുല്ലക്കൽ സ്ട്രീറ്റിന് അടുത്ത് തന്നെയാണ്, നമുക്കത് പറയാൻ പറ്റും. സോ ആ സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ ക്രാഷ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ എഞ്ചിനീയർ ആവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സൈലം നിങ്ങളെ കൂടെയുണ്ട്. വ്യക്തമായ സ്റ്റഡി പ്ലാനും ഗൈഡിങ്ങും നിങ്ങളെ മുന്നിലുണ്ടാവും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലപ്പുഴയിലെ മക്കളടുത്തേക്ക് വന്നിരിക്കുന്നത്. സോ ഗ്രാബ് യുവർ സീറ്റ്, ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓൾ ദ വെരി ബെസ്റ്റ് ഗായ്സ്. ബൈ ബൈ.